വെറും 13,000 രൂപയുടെ മുതൽ മുടക്കിൽ 8,000 കോടി രൂപയുടെ ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഇന്ത്യക്കാരന്റെ കഥയാണ് ഇന്ന് പറയുന്നത്. 1970 കാലഘട്ടങ്ങളിൽ നമ്മുടെ കഥാനായകന്റെ അച്ഛൻ ചെന്നൈയിൽ പ്രൊവിഷൻ സ്റ്റോർ നടത്തുക. അത് പല സാഹചര്യങ്ങൾ കൊണ്ട് പൂട്ടേണ്ടി വന്നു. അപ്പോൾ ഈ നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തിന്റെ അച്ഛനടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്ന്. വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും അവരുടെ നാട്ടിലുള്ള ഭൂമിയെല്ലാം വിറ്റിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് ഒരു 13,000 രൂപ കൊടുത്തു. എന്ത് ബിസിനസ് ഈ പൈസയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ബിസിനസ് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് ഐസ് മുട്ടായുടെ ബിസിനസ്. പുള്ളിക്കാരൻ ഒരു 250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ ഫാക്ടറി, അവിടെ തന്നെയാണ് പുള്ളിക്കാരൻ ഉറങ്ങിയിരുന്നത്. ഒരു 4 സ്റ്റാഫും 4 സൈക്കിളും. ഇതായിരുന്നു പുള്ളിയുടെ മുതൽ മുടക്ക്. അന്നത്തെ കാലത്ത് ചെന്നൈ തന്നെ 4,000-ഓളം ഐസ് മുട്ടായി കൊടുക്കുന്ന ഫാക്ടറീസ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഈ ഒരു ഹ്യൂജ് കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥലത്ത് ഈ ഐസ് മുട്ടായി മാത്രം വെച്ചുകൊണ്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ആവില്ല എന്ന് പുള്ളി മനസ്സിലാക്കിയപ്പോൾ പുള്ളി മിൽക്ക് ബേസ്ഡ് ഐസ്ക്രീംസിനെ പറ്റി ആലോചിച്ചു. പക്ഷേ മിൽക്ക് ബേസ്ഡ് ഐസ്ക്രീംസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ ബ്രാൻഡ്സിന്റെ കൂടെയാണ്. ക്വാളിറ്റി ഐസ്ക്രീംസ് പോലെയുള്ള വലിയ ബ്രാൻഡ്സിന്റെ കൂടെ. അവിടെയാണ് ഈ കഥാനായകന്റെ മാർക്കറ്റിംഗ് ബ്രില്യൻസ് വരുന്നത്. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ബ്രാൻഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാർക്കറ്റ്സ് അല്ലാതെ വേറെ എവിടെ പുള്ളിക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ആലോചിച്ചു. അങ്ങനെ പുള്ളി കണ്ടുപിടിച്ച 2 സ്ഥലങ്ങളാണ്. ഒന്ന് കോളേജ് ക്യാൻറ്റീൻസ്. കോളേജിലെ യൂത്തിന് അദ്ദേഹം കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റി മിൽക്ക് ബേസ്ഡ് ഐസ്ക്രീംസ് കൊടുക്കാൻ തുടങ്ങി. മറ്റൊരു സ്ഥലമാണ് ഷിപ്സ്. ഈ ഷിപ്സിലും കോളേജസിലും ബിഗ് ബ്രാൻഡ്സ് ഒന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ നമ്മുടെ കഥാനായകന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കാരണം ഈ 2 മാർക്കറ്റും അവർ ക്യാപിറ്റലൈസ് ചെയ്തു. തന്റെ ഐസ്ക്രീമിന് ഒരു പേരും അദ്ദേഹം ഇട്ടു, അരുൺ ഐസ്ക്രീം. തമിഴിലെ അരുണോദയത്തിൽ നിന്നാണ് പുള്ളിക്കാരൻ അരുൺ ഐസ്ക്രീം എന്നുള്ള പേരിടുന്നത്. നമ്മളെല്ലാവരും അരുൺ ഐസ്ക്രീം എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഈ അരുൺ ഐസ്ക്രീമിന്റെ ഫൗണ്ടറാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള RG ചന്ദ്രമോഹൻ. RG ചന്ദ്രമോഹന്റെ മറ്റൊരു ബ്രില്യൻസ് ആയിരുന്നു, തന്റെ പ്രോഡക്റ്റ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ആയെങ്കിലും അദ്ദേഹം ചെന്നൈയിൽ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിന് പകരം അദ്ദേഹം ചെയ്ത് Tier 2 സിറ്റീസ് ആയിട്ടുള്ള പോണ്ടിച്ചേരി, സേലം, മധുരൈ പോലുള്ള സ്ഥലത്ത് തന്റെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്ത് തന്നെ ഐസ്ക്രീംസ് ഫ്രം മദ്രാസ് എന്ന് പറഞ്ഞിട്ടാണ്. മദ്രാസിൽ നിന്ന് ക്വാളിറ്റി ഉള്ള ഐസ്ക്രീംസ് തങ്ങളുടെ ഗ്രാമങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളൊരു ഫീൽ ആയിരുന്നു അന്നത്തെ ആൾക്കാർ. അത് തന്നെയാണ് അദ്ദേഹം ക്യാപിറ്റലൈസ് ചെയ്തത്. വലിയ വലിയ ബ്രാൻഡ്സ് എത്താത്ത ഉൾഗ്രാമങ്ങളിൽ പോലും അദ്ദേഹം സൈക്കിളുകളിൽ തന്റെ ഐസ്ക്രീംസ് എത്തിച്ചു. അതുമാത്രമല്ല, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഒരു ഫ്രാഞ്ചൈസി മോഡൽ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. അതായിരുന്നു ഐസ്ക്രീം പാർലേഴ്സ്, അരുൺ ഐസ്ക്രീം പാർലേഴ്സ്. നമ്മളൊക്കെ കുഞ്ഞിലേക്ക് കഴിച്ചിട്ടുണ്ടാവും അരുൺ ഐസ്ക്രീം പാർലേഴ്സ് എന്ന ഐസ്ക്രീം. അങ്ങനെ Tier 2 സിറ്റീസിൽ വളരെ പോപ്പുലറായ അരുൺ ഐസ്ക്രീം പതുക്കെ പതുക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചെന്നൈയിലും മാർക്കറ്റ് ചെയ്തു. അങ്ങനെ തമിഴ്നാട്ടിലെ തന്നെ ഒരു മേജർ സ്റ്റേക്ക് അവരുടെ ആയി മാറി. ഐസ്ക്രീം ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നെങ്കിലും RG ചന്ദ്രമോഹൻ അവിടെ ഒതുങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. പുള്ളിക്കാരൻ അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതായിരുന്നു മിൽക്ക് ബേസ്ഡ് പ്രോഡക്ട്സ്, ആരോഗ്യ മിൽക്ക്. അന്നത്തെ കാലത്ത് മിൽക്ക് പ്രൊക്യൂർമെന്റും ഡിസ്ട്രിബ്യൂഷനും എല്ലാം തമിഴ്നാട് ഗവൺമെന്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈവറ്റ് പ്ലെയേഴ്സ് വളരെ കുറവായിരുന്നു. അവിടേക്കായിരുന്നു RG ചന്ദ്രമോഹന്റെ അടുത്ത ഫോക്കസ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് പറഞ്ഞത് അത് നല്ലൊരു ഐഡിയ അല്ല. കാരണം ഈ മിൽക്ക് പ്രൊക്യൂർ ചെയ്യണത് തന്നെ പാടാണ്. പിന്നെ അത് സ്റ്റോർ ചെയ്യണം, പിന്നെ അത് പാക്കറ്റിലാക്കി പല സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മാർക്കറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ പ്രോഡക്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ചന്ദ്രമോഹൻ അതിൽ ഡിറ്റർമിൻഡ് ആയിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് വളരെ കൂടുതലുമാണ് ഇട്ടത്. അത് മൊത്തത്തിൽ മാനേജ്മെന്റിൽ എതിർപ്പ് കൊണ്ടുവന്നെങ്കിലും ചന്ദ്രമോഹൻ അമേരിക്കയിൽ പോയിട്ട് ബ്രാൻഡിങ്ങിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള അലി റൈസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അലി റൈസ് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം തമിഴ്നാട്ടിലെ മാർക്കറ്റ് മൊത്തം പഠിക്കുകയും അദ്ദേഹം എന്നിട്ടൊരു ഒപ്പീനിയൻ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനകത്ത് 4.5% മാത്രം വലുതായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ പാലും 3% അല്ലെങ്കിൽ 3.5% ഫാറ്റുള്ള പാലിറക്കുമ്പോൾ RG ചന്ദ്രമോഹന്റെ ആരോഗ്യ മിൽക്ക് 4.5% ഫാറ്റ് കണ്ടന്റ് ഉള്ള പാലിറക്കാൻ തുടങ്ങി. അതൊരു ഹ്യൂജ് സക്സസ് ആയി. കൂടുതൽ വിലയുണ്ടെങ്കിലും ആൾക്കാർ അത് വാങ്ങിക്കാൻ തുടങ്ങി. കാരണം കുട്ടികൾക്കൊക്കെ അത് നല്ലതാണെന്നുള്ളതായിരുന്നു ഒരു ഇംപ്രഷൻ. ഇപ്പോഴും ആരോഗ്യയുടെ 4.5% ഫാറ്റുള്ള പാലും 6% ഫാറ്റുള്ള പാലുമാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഇതിന് തമിഴ്നാട്ടിൽ എല്ലാവരും വിളിക്കുന്നത് 4.5 പാലെന്നാണ്. ഇന്നിപ്പോൾ ആരോഗ്യ മിൽക്ക് മാത്രമല്ല, പനീറുണ്ട്, ചീസുണ്ട്, യോഗേർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് മിൽക്ക് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ട്. അവർക്ക് 20 പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രീമിയം ഐസ്ക്രീം ബ്രാൻഡ്സിൽ ഒന്നാണ് ഐബാക്കോ. ഈ ഐബാക്കോയും നമ്മുടെ RG ചന്ദ്രമോഹന്റെ ഒരു പ്രോഡക്റ്റാണ്. 80കളിൽ ഒരു സൈക്കിളിൽ ഐസ് മിഠായി വിറ്റു തുടങ്ങി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഡയറി കമ്പനിയായി വളർന്നിരിക്കുകയാണ് ഹാറ്റ്സൺ അഗ്രോ പ്രോഡക്ട്സ്. ഇന്ത്യയിലെ 100 ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് RG ചന്ദ്രമോഹൻ. RG ചന്ദ്രമോഹൻ തീർച്ചയായും നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു പ്രചോദനം തന്നെയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.